നട്ടപ്പാതിരയൊക്കെ എങ്ങോട്ടെന്നല്ലേ? ഇത് നട്ടപ്പാതിരയല്ല, കൊച്ചു വെളുപ്പാങ്കാലമാണ്. സമയം 4:30. ഞാൻ എൻ്റെ ചങ്കം കൊടുത്ത് യാത്ര പോകാൻ പോവേന്. ഇങ്ങോട്ടെന്നല്ലേ? ഒന്ന് പോളണ്ട് വരെ. നമുക്കെന്നാൽ പോളണ്ട് വരെ ഒന്ന് പോയിട്ട് വരാം. ദേ, ഞങ്ങൾക്ക് പോകാനുള്ള ട്രെയിനും വന്നിട്ടുണ്ട്. ആദ്യത്തെ ട്രെയിൻ ഇറങ്ങി രണ്ടാമത്തെ ട്രെയിൻ കയറാനുള്ള റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. കൊച്ചു വെളുപ്പാങ്കാലത്ത് ഇവിടുത്തെ കടകളിൽ നന്നായി തുറന്നിട്ടുണ്ട്. ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുകയാണ്. പുറത്തോക്കിയപ്പോൾ നല്ല വ്യൂവും ഒടുക്കത്തെ തണുപ്പും. അത് ഞങ്ങളുടെ ട്രെയിൻ വന്ന് നേരെ പോയി ഇഷ്ടപ്പെട്ട സീറ്റും പിടിച്ച് അവിടെ അങ്ങ് ഇരുത്തമായി. അപ്പോഴേക്കിൻ്റെ സൺറൈസായി. സത്യം പറയല്ല, ഇത്രയും ഭംഗിയുള്ള സൺറൈസ് ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടു കാണില്ല. കന്യാകുമാരി കടപ്പുറത്തോലും ഞാൻ ഇത്രയും ഭംഗിയിൽ സൺറൈസ് കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതെല്ലാം പോണ വഴി കണ്ട ഏതോ ഗ്രാമപ്രദേശമാണ്. എന്തായാലും ഇവിടെ എല്ലാം സെപ്പറേറ്റ് വീടുകളാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. വെച്ചേക്കുന്ന ഫുള്ള് സോളാറാണ്. അപ്പുറത്തന്നെ കാറ്റാടിക്കഴയും കാണാം. എന്തായാലും രണ്ടും കൂടി കാണാൻ നല്ല ഭംഗിയുള്ളൊരു കാഴ്ച തന്നെ ഇരുന്ന്. ബാക്കിലായിട്ട് ഫുള്ള് പൈൻ ഫോറസ്റ്റ് ആണ് കാണുന്നത്. എനിക്ക് ഏതോ ഇംഗ്ലീഷ് സിനിമയ്ക്കകത്ത് ഇറങ്ങിപ്പോയൊരു ഫീലാണ് ഇവിടെ നിന്ന് കിട്ടിയത്. അങ്ങനത്തെ ഞങ്ങൾ അടുത്ത സ്റ്റേഷൻ എത്തിയിട്ടുണ്ട്. ആദ്യത്തെ ട്രെയിൻ ഒരു 5 മിനിറ്റ് ലേറ്റ് ആയതുകൊണ്ട് ഈ സ്റ്റേഷനിൽ ഞങ്ങൾ 1 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ഇത് ഏതോ കുഗ്രാമത്തിലെ ഒരാളും പേരുമില്ലാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലമാണ്. ദേ നിൽക്കുന്നതിൻ്റെ ചങ്ക്. സമയമുള്ള സ്ഥിതിക്ക് അവിടേക്ക് ഒന്ന് ചുറ്റി കാണാമെന്ന് വിചാരിച്ച്. ഇങ്ങനെയല്ലേ ഇവിടേക്ക് ഒന്ന് ആസ്വദിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് ഒന്ന് ചെറുതായി കറങ്ങി നടക്കാൻ ഇറങ്ങി. നടന്ന് ഞങ്ങൾ എവിടെ എത്തി? ഇത് റെയിൽവേ സ്റ്റേഷൻ്റെ മറ്റൊരു വശമാണെന്നാണ് തോന്നുന്നത്. എന്തായാലും റോഡിൽ കൂടെ നിറയെ റെയിൽപാത കാണുന്നുണ്ട്. അതുകൊണ്ട് നാട് വിട്ട് പോയിട്ടില്ലെന്ന് മനസ്സിലായി. ഇന്ന് ട്രെയിൻ കയറി ഞങ്ങൾ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി. അടുത്ത സ്റ്റേഷനിൽ അടുത്ത ട്രെയിനും കത്ത് നിൽക്കുകയാണ്. ബസ്സാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കണ്ട, ഇത് ട്രെയിൻ തന്നെയാണ്, നീളം കുറഞ്ഞ ട്രെയിൻ. അങ്ങനെ ആ ട്രെയിൻ കയറി വീണ്ടും അടുത്ത യാത്ര ആരംഭിച്ചു. അങ്ങനെ ഞങ്ങളുടെ അവസാനത്തെ ട്രെയിനും വന്നിറങ്ങി. ഇവിടുന്ന് ബസ്സിൽ ഉറച്ച് പോകാനുണ്ട്. എന്നാലും ഇനി ഒറ്റ ബസ് കയറിയാൽ മതി. ഇതാണ് ഞങ്ങൾ വന്നിറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ. കാണാൻ എന്താ ഭംഗിയില്ലേ? ഈ റെയിൽവേ സ്റ്റേഷൻ്റെ പേര് തന്നെ വൈസ് വാസർ എന്നാണ്. അതായത് വെള്ളം. ഇതെൻ്റെ ചങ്ക് വണ്ടി വരുന്നതുകൊണ്ട് ചാടി ഇറങ്ങിയതല്ല, വെയിൽ കണ്ടിട്ട് ചാടി ഇറങ്ങിയതാണ്. വെയിൽ കണ്ടാൽ ഇത്രയും ആക്രാന്തം ഞങ്ങൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ, ഞങ്ങളുടെ ബസ് വന്ന്. ഈ ബസ്സിൽ ഞാനും അവളും പിന്നെ ഡ്രൈവറായിട്ടന്നെ മാത്രമേ എന്നുള്ളതാണ് ഇതിലും വലിയ കോമഡി. പോണ വഴിയെല്ലാം എന്തായാലും കാണാൻ അടാറ് ഭംഗിയായിരുന്നു. ഫുള്ള് കൃഷിയും അതിമനോഹരമായിട്ടുള്ള വീടുകളും പരിസരങ്ങളും ഒക്കെ ആയിരുന്നു. ഈ പോണ വഴി റോഡ് നിൽക്കുന്നത് വെറും മരങ്ങളല്ല, ഇത് മൊത്തം ആപ്പിൾ മരങ്ങളാണ്. കംപ്ലീറ്റ് ആയിട്ട് പോണ റോഡ് ഫുള്ള് ആപ്പിൾ മരങ്ങൾ ഇങ്ങനെ കൊലച്ച് വാരി കിടക്കിയിരുന്നു. ഞങ്ങളിത് 10 മണിയായപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളത് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.